ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ വലിയ നോമ്പിൻ്റെ 11-ാമത്തെ ദിനം നമുക്ക് ഒരുമിച്ചുള്ളതായ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങൾ. The letter of Paul to 2 Corinthians chapter 6 verse 2 through 10. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം. ഇന്നത്തെ ലോകം വളരെ വേഗതയേറിയ ലോകമാണ്. ആർക്കും ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കുവാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അതിനുവേണ്ടി മനസ്സ് വയ്ക്കാത്ത ഒരു ജീവിതം. അതിനിടയിലും ചിലരുണ്ട്, ഏത് കാര്യവും വെച്ച് താമസിപ്പിക്കുന്നവർ. ഒരു പഴഞ്ചൊല്ലി പ്രകാരമുണ്ടല്ലോ, നാളെ നാളെ നീളെ നീളെ. അവസരങ്ങൾ ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കാറില്ല എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അത് തക്കത്തിൽ വിനിയോഗിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. നാം ഓരോരുത്തരും സ്വയം വിമർശനാത്മകമായി ചിന്തിക്കുന്നത് ഒന്ന് നല്ലതായിരിക്കും. ഇതാണ് സുപ്രസാദകാലം, ഇന്നാണ് രക്ഷാദിവസം. കർത്താവിനെ സ്വീകരിക്കുവാൻ വൈകുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ കുറവായി തീരുകയാണ്. ചെറുപ്പത്തിൽ നമ്മുടെ മുടിയിഴകൾ കറുത്തതായിരിക്കും. നല്ല കേൾവിശക്തിയും കാഴ്ചശക്തിയും നമുക്കുണ്ട്. പ്രായമാകും തോറും മുടി നരയ്ക്കുകയും കൊഴിഞ്ഞു പോവുകയും ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ചെവി ചായ്ക്കേണ്ടതായും വരും. എന്തെങ്കിലും വായിക്കണമെങ്കിൽ കണ്ണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത ദിവസം അടുത്തു വരുന്നു എന്നതിൻ്റെ മുന്നറിയിപ്പുകളാണ്. അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഇന്നാണ് രക്ഷാദിവസം. ശലോമോൻ നമ്മോട് പറയുന്നു, യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നാം വായിക്കുന്നതായ വേദഭാഗത്തിലെ 3, 4, 6 വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഒന്നിലും ഇടർച്ച വരുത്തരുത്, നാം എല്ലാവർക്കും മാതൃകയായിരിക്കണം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതാ മനോഭാവം നമ്മിലും വളരണം. പ്രിയരെ, മെഴുകുതിരി സ്വയം ഉരുകി വെളിച്ചം നൽകുന്നത് പോലെ നമ്മുടെ ജീവിതവും മാതൃകയാക്കി തീർക്കണം. നാം ദുഃഖിതരായി തീർന്നേക്കാം, എങ്കിലും കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നവരായി തീരണം. ക്രിസ്തു നമ്മെ സ്നേഹിച്ചു, തൻ്റെ ക്രൂശിലൂടെ. ആ സ്നേഹത്താൽ നാം സമ്പന്നരാണ്. ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ ആലംബഹീനരായ അപരന് കൈത്താങ്ങലുകൾ നൽകുമ്പോൾ, വിശക്കുന്നവൻ്റെ അപ്പമായി മാറുവാൻ കഴിയുമ്പോൾ, കൈകാലുകൾ നഷ്ടപ്പെട്ടവൻ്റെ പ്രവൃത്തിയും ചലനവുമായി മാറുവാൻ കഴിയുമ്പോൾ, കുരുടന് കാഴ്ചയുമായി നാം മാറുമ്പോൾ, നമുക്ക് ലഭിച്ച വലിയ രക്ഷയും സ്നേഹവും സമസ്ത ലോകത്തിന് നൽകുവാനായി നമുക്ക് കഴിയും. പ്രിയരെ, ഈ നോമ്പ് കാലത്തിൽ രക്ഷ സ്വീകരിക്കുവാൻ, മറ്റുള്ളവർക്ക് സഹായം നൽകുവാൻ മടി കാണിക്കരുത്. ഈ നോമ്പ് കാലം അതിനുള്ള ദിനങ്ങളായി തീരട്ടെ. നോമ്പുകാല ചര്യകൾ അതിന് നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ലഭിച്ചിരിക്കുന്ന ഉന്നത വിളിയും ദർശനവും പ്രായോഗിക ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ക്രൂശിലെ സ്നേഹം പങ്കിടുന്നവരായി ഞങ്ങളെ തീർക്കണമേ. മറ്റുള്ളവർക്കൊരു കൈത്താങ്ങായി നിൽക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
സ്നേഹത്തോടെ ജോയലച്ചൻ.